ഹലോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് വീണ്ടും കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് തന്നെ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഐസ് എന്ന് പറയുന്ന ഹൊറർ ഗെയിമാണ് കളിക്കുന്നത്, മൊബൈലിലാണ് കളിക്കുന്നത്. സോ ഞാനിപ്പോൾ പെട്ടെന്ന് റെക്കോർഡ് ചെയ്തതാണ് ഒരു ദിവസം കളിച്ചപ്പോൾ. സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഇത് എസ്കേപ്പ് ചെയ്യാൻ പറ്റും നോക്കാം. ഞാൻ ഇതിനു മുമ്പ് ഒരു 1-2 പ്രാവശ്യം കളിച്ചു ഇത്. അത് മൾട്ടിപ്ലെയറാണ് കളിച്ചത്, പക്ഷേ അത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. റെക്കോർഡ് ചെയ്തതാണെങ്കിൽ ഞാൻ കളിക്കാനും പറ്റിയിട്ടുണ്ടായില്ല. സോ പക്ഷേ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ, അതായത് വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലുള്ള ഇനിയും കൺസിസ്റ്റൻ്റായിട്ട് ഇടാൻ നോക്കാം ഗൈസ്. ഓക്കെ, പെട്ടെന്ന് തന്നെ ഈ ഒരു ഐസ് എന്ന് പറയുന്ന ഒരു ഹൊറർ ഗെയിമെന്ന് എനിക്കിത് മനസ്സിലാകാന്ന് വെച്ചാൽ ഇതിനകത്ത് കുറേ കണ്ട ഈ കണ്ണിനെ സാധനം പിടിച്ച് വെക്കുമ്പോൾ അതേ ആ തള്ള, അതായത് നമ്മൾ പ്രേതം വളർത്തിക്കുന്നത് കാണാൻ പറ്റും. നമ്മളിങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. മേളിൽ കാണാൻ കണ്ടൊരു ഒരു ചാക്ക് പോലത്തെ സാധനം കണ്ടില്ലേ, മേളിൽ 3 എഴുതി കാണിക്കുന്നത്, അതാണ് നമ്മളെ മെയിൻ സാധനം. അത് 20 ഉണ്ടെങ്കിൽ നമുക്ക് പോകാം അവിടെ നിന്ന്. ഓക്കെ, സോ ഞാനിവിടെ ആണെങ്കിൽ കുറേ നേരം തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. ഞാൻ മാക്സിമം സേവ് ചെയ്താണ് കളിച്ചത്. എല്ലാം ഈ കണ്ണുകളൊക്കെ ഇങ്ങനെ അപ്പം പാഴായി കളയാതെ ഇങ്ങനെ കൂട്ടി വെക്കുന്നുണ്ട്. സോ ഇതിനകത്ത് മൾട്ടിപ്ലെയർ മോഡ് അവൈലബിൾ ആണ്. സോ നമ്മൾ ഈ ഒരു വീഡിയോ ഒരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ മൾട്ടിപ്ലെയർ പോലെ കളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതിലും ഫ്രീ ഫയർ കണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് എൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അത് ഞാൻ റെക്കോർഡ് ചെയ്ത് സെറ്റാക്കി വെക്കാം. നമുക്ക് ഇനി കുറേ കൊളാബുകളും കാര്യങ്ങളും, കുറേ നമ്മൾ കൂട്ടുകാരന്മാരായിട്ട് കളിക്കുന്ന മൾട്ടിപ്ലെയർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളത് എപ്പോഴും പറ്റുന്ന പോലെ നമ്മൾ ഇടാൻ നോക്കാം. ഓക്കെ, സോ ഇതിപ്പോൾ ഇവിടെയാണെങ്കിൽ കുറേ കണ്ണുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 5 ചാക്കും കാര്യങ്ങളായിട്ടുണ്ട്. ഈ ഇവിടെ വരുമ്പോൾ ഓക്കെ ഹാപ്പി. ഓക്കെ, പുറകെ വരുന്നു. ഗ്യാസാണ് നമ്മുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. ഞാൻ നൈസായിട്ട് ഓടിയിട്ട് അവിടെ നിന്ന്. ഓക്കെ, അത് പോയി ഗെയ്സ്. ഓക്കെ, താഴത്തോട്ട് പോയി. നീ പറയുന്നത് ഇപ്പോൾ തന്നെ ഇപ്പം എൻ്റെ പുറകെ വരുന്നത് കണ്ടേലേ ഉള്ളൂ. ഇപ്പോൾ തന്നെ പെട്ടെന്ന് താഴത്തോട്ട് പോയോ. ഓക്കെ, ഇപ്പോൾ താഴത്തോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. നമുക്ക് നൈസായിട്ട് തുറന്ന് നോക്കാം കേട്ടോ. ഇവിടെ ഒരു കണ്ണുണ്ട്, നമുക്ക് തുറക്കാം. ഓക്കെ, സംതിങ് ഇസ് ഡെഫിനറ്റ്ലി റോങ് ഹിയർ. അന്നെനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് പോട്ടാ. ഇവിടെ പ്രഷർ ചവറ് കുറേ കിട്ടുന്നുണ്ട്, കുറച്ച് സാധനം കിട്ടുന്നുണ്ട്. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നേരം ഉണ്ടാവും, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ മതി. ഈ പണ്ടാരം പിന്നെ എനിക്ക് തോന്നുന്നു ഈ സ്റ്റെയറിൻ്റെ അവിടെയാണ് ഫുൾ ടൈം വെറ്റ് കിടക്കണമെന്നാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് മേളിലോട്ട് പോയി എന്നാണ് തോന്നുന്നത്. ഈ ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടത്. ഒരു മിന്നുന്നുണ്ടൊക്കെ ഉണ്ട് ലൈറ്റ്. ഞങ്ങൾ പോകുന്നില്ല. അധികം പോയി കഴിഞ്ഞാൽ അതിൻ്റെ വായി ചെന്ന് വിട്ട് ഉറപ്പാണ്. സോ ഇവിടെ നിലത്തൊക്കെ കിടക്കുന്നുണ്ട്. വാട്ട് ഇസ് ദിസ് വേർ നീ സ്പോക്ക് ഓഫ്. ഇവൻ എന്താണ് ഈ പറയുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇവൻ കുറേ സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട് ഇവൻ. വലിയ കാര്യത്തിലെന്തോ പറയുന്നുണ്ട് കുറേ സാധനങ്ങൾ. റണ്ണ്. ഓക്കെ, എവിടെ നിന്നാണ് വരുന്നതെന്ന് ആദ്യം നോക്കട്ടെ. ഈ ഒരു വഴി വരാൻ സാധ്യതയില്ല. ഇത് വരുന്നുണ്ടാ. എൻ്റെ പൊന്നൊരു കൈയും കാലുള്ള സാധനം ഒന്ന്, തലയും പൊക്കൾ കൂടെ മാത്രമേ ഉള്ളൂ. ശരിയായിട്ട് പൊക്കൾ കൂടായിട്ട് വന്നാൽ അതുപോലെ ഞാൻ കാണിച്ചു തരാം. ഇവനാണ് മുരട്ട് തല. പിടച്ചോടാം. അത് എടാ, അത് പോയാ, അത് പിന്നെയും കാണിക്കുന്നുണ്ടല്ലോ. മേലോട്ട് അങ്ങനെ പോവാം. ഇവിടെ നിന്നതിന് അത്ര പന്തയില്ല. നമ്മുടെ 9 ആയിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് 11 കൊണ്ട് ഇനി വേണം. നമുക്ക് ഇവിടെയും ബാഗും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. മോർ നോട്ട്സ് മോർ ബാഗ്സ്. ഓക്കെ, ഇവിടെ കുറേ താഴ്ത്തെത്തി. ഓക്കെ, ഈ ലൈറ്റ് കത്തുന്ന പറഞ്ഞാൽ താഴ്ത്തെത്തുന്ന അർത്ഥം. റൺ. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതുവഴിയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ഓടിയാൽ മതി. അല്ലെങ്കിൽ ഓക്കെ, ഈ വഴിയാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അണ്ണാക്കി ചെന്ന് വിടും. അപ്പോൾ നിങ്ങൾ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ സാധനം പെട്ടെന്ന് വരും. ഈ
നിങ്ങൾ എന്താ പറയുന്നു? ഇത് തന്നെ പിടിക്കുമോ അല്ലെങ്കിൽ അവിടെ എസ്കേപ്പ് ചെയ്യുമോ? നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ ഇട്ടത് കുറേ മാസങ്ങൾക്ക് മുമ്പാണ്. സോ അതിൻ്റേതായിട്ടൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് സ്റ്റക്കായിട്ട് കേൾക്കുന്നു. എൻ്റെ പൊന്നെ, വരും നോക്കിയേ അയ്യോ ഓടിക്കൂ. തൊട്ട് അടുത്തെത്തിയിട്ടു വരും നോക്കി. ഒരു വെള്ളത്തലയിലൊരു പൊക്കൽ കൂട് പോലെ. ഏടാ കീറി വരും നോക്കിയടാ. എങ്ങോട്ടോടും? ദൈവമേ, വരുന്ന നോക്ക്. എടാ ഗോയ്സ്, നമ്മളെ എങ്ങോട്ടൊക്കെ എടുത്ത് ഓടി ഏതോ റൂമിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിനകത്തൊരു ഈ ഒരു പ്രേതത്തിൻ്റെ ഡൗൺഫോളെന്ന്, അതായത് ഈ പ്രേതത്തിൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത്, ഇതിന് വാതിലൊന്നും തുറക്കാൻ പറ്റത്തില്ല. കാരണം ഓബിയസ് ഇതിന് കൈയും കാലും ഇല്ല. തല മാത്രമേ ഉള്ളൂ. തുറന്നിട്ട സ്ഥലത്തോട് മാത്രമേ പോകത്തുള്ളൂ. ഓക്കെ, ഇവിടെ ആരെയും കാണുന്നില്ല. നമുക്ക് ഇങ്ങോട്ട് പോകാം. ഓക്കെ, ഇവിടെ കണ്ണുണ്ട്. ഇവിടെയാണ് കൂടോത്രം ചെയ്യുന്ന മുറി. ഭാവി അപ്പോൾ കൂടോത്രമാണ് നോക്കുന്നത്. ഇവിടെ നിന്ന് 2 ബാഗ് കിട്ടിയിട്ടു. ഇത് ക്യാൻ ട്രാൻസ് ഫോളോ ചെയ്യുമ്പോൾ ഓക്കെ, താഴത്തുനിന്ന് കിട്ടിയ ചെയ്ത് നമ്മളാ മരപ്പെട്ടി കൊണ്ടിട്ട് ഇത് ചിൽഡ്രൻസ് ഡ്രോയിങ് സ്കെച്ച്. പിള്ളേരുടെ അതുപോലെ ഉണ്ടല്ലോ. പിള്ളേരെ കിഡ്നാപ്പ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇതൊരു കൊച്ചാണോ ആർക്കറിയാം. ഇതൊരു പോർട്ടൽ. ഓക്കെ, നമ്മൾ പോർട്ടലോട്ട് കിടക്കുന്നു. നമ്മളെ താഴത്ത് സ്പോണാക്കി ഇവർ. ഈ നാറുകൾക്കാരെ പണിയില്ലേ. ഇതിപ്പോൾ താഴത്തുണ്ടാവും, കണ്ടോ? നമുക്ക് നോക്കാം. ഇല്ല, മേളിൽ തന്നെ തീ ഇപ്പോഴും കത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പൊള്ളുന്നുണ്ടെന്ന് എന്തൊക്കെയാണ് പറയുന്നത്. ഹൈ 14 നമുക്ക് 6 മതി. എനിക്കൊന്നും നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ഗൈസ്. ഓക്കെ, നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്ക് തോന്നുന്നത്. നിങ്ങളെന്ത് പറയുന്നു? 6 കൂടെ പോരെ ഗൈസ്? ഇത് ഞാൻ ഈസി അത് ഏതിൻ്റെ അടിയിലൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നതാ. എപ്പോഴാ എല്ലായിടത്തും നോക്കണം. തിളങ്ങുന്ന കണ്ട അപ്പം എടുത്തേക്കണം. തീ കിടക്കണം. ഫോട്ടോഗ്രാഫിക് ചെയ്യുന്നത് ട്രാൻസ്ഫർ. ഇവൻ പറയുന്നത് പകുതി എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ എന്തൊക്കെയോ പറയുന്നു. ഓക്കെ ഇതറായെങ്കിൽ എവിടെയാണ് നിങ്ങൾ? പറയൂ, എനിക്ക് ഓടാനാണ് സുഹൃത്തേ. ഇതുവരെ കാണുന്നില്ല. അത് ഈ വഴിയല്ലേ നീ വരുന്നത്? അച്ഛോ ഓടൂ. മൂഞ്ചിട്ടാ. ഓഫാ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ പിടിച്ചിട്ടുണ്ട്. Oh shit. Here we go again. സോ ഗൈസ്, നമ്മളങ്ങനെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എസ്കേപ്പ് ചെയ്യണം ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ നിർത്തി. ഓക്കെ, പെട്ടെന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത്. ഇവിടെ നമുക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാം നിങ്ങൾക്ക് എടുത്തെടുത്ത് പറഞ്ഞു തരേണ്ടതെന്ന് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യം വരത്തില്ല. സോ ഞാൻ വേഗം തന്നെ നമുക്ക് അത് ഡൈനിങ് റൂമിലോട്ട് പോയിട്ട് ഇവിടെ നമുക്ക് പറ്റുന്ന എല്ലാ റിസോഴ്സസും എടുത്ത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഈ കണ്ണുകൾ നമ്മൾ അത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് ഈ ഒരു കോസ്റ്റ് വരുമ്പോൾ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും എവിടെയാണ് ഇരിക്കുന്നത്. നമുക്കപ്പോൾ അത് 2 സ്റ്റെപ്സ് അഹെഡ്, നമ്മൾ അതിൻ്റെ മുമ്പ് 2 അടി മുമ്പിൽ നിൽക്കണം എന്നാണല്ലോ. എനിവേസ് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ കിച്ചൺ അലങ്കൂലെ കിടന്ന കിച്ചൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ മേലോട്ട് കയറി വരുന്നൊരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് സുഹൃത്തുക്കളെ. സോ നമുക്കിവിടെ നോക്കി ഇങ്ങനെ കാണാൻ കഴിയും. മരം വെട്ടുന്ന സോ കിട്ടിയിട്ടുണ്ട് മറ്റേ മുറിക്കാനായിട്ടൊക്കെ. സോ നമ്മളിവിടെ നിന്ന് നൈസായിട്ട് മറ്റേ മുറിലോട്ട് പോവാം. ടി വി ഉള്ള മുറിലോട്ട് നൈസായിട്ട് പോവാം. ഓടിപ്പോവാം ഗൈസ്, വേഗം തന്നെ പോവാം. ഇനി ആ സാധനം പോയില്ലെങ്കിൽ പ്രശ്നമാണ്. ഐ ഗൈസ്, നമ്മളിവിടെ താഴത്തോട്ട് ഇറങ്ങുകയാണ് നൈസായിട്ട്. പക്ഷേ അതിന് മുമ്പ് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ഈ ചാനൽ കണ്ടിട്ടും ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞു ലൈക്ക് അടിക്കുന്നത്. അപ്പം മിക്ക കൂട്ടുകാരും അടിച്ചിട്ടുണ്ടാകും, പക്ഷേ ചിലവർ മാത്രം ലൈക്ക് അടിക്കാതെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഉറപ്പിക്കുകയാണ്, ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങൾക്കൊരു ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നും പോകുന്നില്ല. നിങ്ങൾ ഈ കാണുന്ന സമയത്ത് മാത്രം ജസ്റ്റ് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര ഉപകാരമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല.
ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ് ലൈക്ക് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ താഴത്തെ റൈഡ് ഇറങ്ങി ഇപ്പോഴത്തെ അവിടെ 11 ചാക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ തന്നെ നോക്കി നിൽക്കുവാണ്. നമുക്ക് നൈസായിട്ട് ഒളിച്ച് നിൽക്കാം. ഇത് തന്നെത്താനെ തുറന്നൊക്കെ വരുന്നുണ്ട് അടുത്ത് ചെല്ലുമ്പോൾ. ഈ സ്വരത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, കാരണം എനിക്ക് ഇച്ചിരി തൊണ്ടവേദനയും ഇതൊക്കെ ആയിട്ട് നിൽക്കുവാണ്. പിന്നെ രാത്രി 12 മണിക്കാണ് നമ്മൾ ഈ കാര്യം ഒന്ന് റെക്കോർഡ് ചെയ്ത് ഈ വോയിസൊക്കെ കൊടുക്കുന്നത്. സോ അതിൻ്റേതായൊരു പ്രശ്നം ഉണ്ടാവും. ഓക്കെ, നമ്മുടെ അടുത്തേക്ക് ഇത് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് പേടിയില്ല. ഇനി നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ചത്തപ്പോൾ എനിക്ക് പേടിയൊന്നും വന്നില്ല. ഈ സാധനത്തിനെ കണ്ട ആര് പേടിക്കാനാണ്. വരുന്ന നോക്കി നമുക്ക് നേരെ മേളിലോട്ട് ഓടി കയറാം. പക്ഷേ ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ വേറൊരു കാര്യം നടന്നു. ഞാനത് റെക്കോർഡ് ചെയ്ത് മപ്പ് സംസാരമായിരുന്നു. ഓക്കെ, ഈ ഒരു റെക്കോർഡിങ്ങിനിടയിൽ നല്ല സംസാരം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം വോയിസ് റെക്കോർഡ് ഉണ്ടായില്ല. ഇപ്പോൾ അത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ വോയിസ് റെക്കോർഡ് ചെയ്തായിരുന്നു രണ്ടാമത്തെ ഭാഗത്തിന് വേണ്ടിയിട്ട്. ഞാനൊരു പ്രത്യേകതരം ഒരു സാധനം ചെയ്തതാണ്. അതായത് വോയിസിൽ അത് ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ വോയിസ് എന്ന് പറയുന്നത് 10 സെക്കൻഡിൻ്റെ വോയിസ് ഓവറിന് പകരം 10 സെക്കൻഡിൻ്റെ വോയിസ് ഓവറിന് പകരം ഞാൻ കളഞ്ഞത് 5 മിനിറ്റില്ല ബാക്കിയുള്ള വീഡിയോ വോയിസ് ഓവറാണ് കളഞ്ഞത്. സോ അപ്പോൾ ഞാൻ ബുദ്ധി കാണിച്ചു, നല്ലതായി. എനിക്ക് ഹാപ്പി. ഇവിടെയാണെങ്കിൽ കുറേ പെയിൻറ്റിങ് അല്ലല്ലോ, ഫോട്ടോസ് ഉണ്ട്. അലമാര, വാവ്. ഈ മുറിയാണ് പുതിയ മുറിയാണ്. നമ്മൾ എങ്ങോട്ടേക്ക് ഓടി കയറിയപ്പോൾ കണ്ടുപിടിച്ച മുറികളാണ്. കക്കൂസിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഹാപ്പി. അപ്പം നമ്മൾ ഇനി ഈ ലൈറ്റ് ഉണ്ടാക്കി നോക്കാം. ഓ, മിന്നുന്നുണ്ട്. നശിപ്പിച്ച്. എവിടെ തൊട്ടാണ് നശിപ്പാണ് ഗൈസ്. എനിവേസ് നമ്മുടെ കക്കൂസിനുള്ള തൂറാണെന്നില്ല. നമ്മൾ നേരെ നൈസായിട്ട് പോവാം. 14 വാവ്. നമുക്കിത് ഈ ഒരു വഴി പോയിട്ട് നമ്മൾ ഈ വഴി പോവാം. 15 വേഗമേ ആയിക്കട്ടെ. നമുക്ക് വേഗം പോവാം. ഷടപടേന്നാവാം. സുഖേഷ്, നമ്മളതിൽ ഇപ്പോൾ പോകുന്നത് ചുറ്റി നടക്കുകയാണ് നമ്മൾ കാണുന്നത്. ഓ, ഈ വഴി ഓർമ്മയില്ല ഗൈസ്. ഇപ്പോഴാണ് ഞാൻ കണക്റ്റ് ആവുന്നത്. നേരത്തെയൊക്കെ പൊട്ടറ പോലെ അങ്ങോട്ടും തെക്കുമോ കിടക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മളിനി മെയിനായിട്ടും ചെയ്യാൻ പോകുന്നത് പൂജാമുറിയിലോട്ട് പോയിട്ട് അവിടെ നിന്നുള്ള ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സെറ്റാവും. ഓക്കെ, ഇത് മേലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ ആദ്യം പോവാം. ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ വരുന്നുണ്ട്, കാരണം ലൈറ്റൊക്കെ മിന്നുന്നത് കൊണ്ടിട്ട്. ഗൈസ്, ഇതെന്താണ്? ഈ സാധനത്തിന് വാതിൽ തുറക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മളുടെ പെട്ടാനെ ഇനി മേലോട്ട് കയറി വരത്തില്ല. ഇവിടെ രാമായണം ബൈബിൾ എന്താണ്ടൊക്കെ ഇടിച്ചിട്ടുണ്ട്. എന്താണ്? ഓ, ജേർണൽ. ഓക്കെ, ഈ ജേർണലിൽ നമ്മൾ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങളും നമ്മൾ പിന്നെ പെയിൻറ്റിങ്ങിൽ നോക്കി പറയുന്ന കാര്യങ്ങളൊക്കെ ഇവൻ ഈ ജേർണലിൽ എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. സോ ആ കാര്യങ്ങളൊക്കെയാണ് ഇത്. നമുക്കിനി നേരെ പൂജാമുറിയിലോട്ട് പോവാം. ലാഗ് അടിക്കുന്നത് നോക്ക്. അയ്യോ, ലാഗ് അടിക്കുന്നത്. ഓക്കെ, നമ്മൾ പൂജാമുറിയിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്കിനി കണ്ണെടുത്തിട്ട് നൈസായിട്ട് പൂജാമുറി കറക്റ്റ് 3 കേട്ടോ. പോകാനുള്ള കറക്റ്റ് ഉണ്ട്. 20 നമുക്കിന്നത് എക്സിറ്റ് കണ്ടുപിടിച്ചിട്ട് പോകാനാണ് പറയുന്നത്. നമുക്ക് നൈസായിട്ട് ഇവിടെ കൊണ്ട് കയറി നോക്കിയിട്ട് പോകാം. സുഖേഷ്, ഈ തള്ളയാണെങ്കിൽ താഴത്തുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പോർട്ടലിൽ ഉപയോഗിച്ചപ്പോൾ താഴത്താണ് വന്നത്. നമുക്ക് ഇവിടെ റിസ്ക് എടുക്കണം. നമുക്ക് നേരെ ഓടിപ്പോയിട്ട് നമുക്ക് മെയിൻ സ്റ്റെയർ കേസ് വഴി താഴത്ത് തുടങ്ങാം. ഇത് പെട്ടെന്ന് കഴിയാൻ കഴിയും. നമ്മളിപ്പോൾ തന്നെ എസ്കേപ്പ് ചെയ്യാൻ സാധ്യതയില്ല. നമ്മൾ എസ്കേപ്പ് ചെയ്യും. നമുക്ക് നേരെ ഓടിപ്പോയി സ്റ്റെയർ കേസിലൂടെ എത്തിയാൽ മതി. സോ നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇടക്കിടക്ക് ലാഗ് അടിക്കുന്നുണ്ട്. ബിക്കോസ് ഓഫ് മൈ ഫോൺ. പഴയ ഫോണാണ് അതിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാനായിട്ടാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ് ഈ കണ്ടൻറ്റ് ഇടുന്നത്. അത് നമ്മൾ നമ്മളൊക്കെ വീഡിയോ കാണാനുള്ള കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ആർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതിലും മികച്ച കിടക്കാഴ്ച വീഡിയോ ഇട്ട് വീണ്ടും വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.